ഇന്ത്യൻ കായിക ലോകത്ത് വീണ്ടും വിവാദങ്ങൾ പുകയുകയാണ്. ഒളിമ്പ്യൻ വിനേഷ് ഫോഗട്ടും റെസ്ലിംഗ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയും തമ്മിലുള്ള പോരാട്ടം ഇപ്പോൾ പുതിയൊരു തലത്തിലേക്ക് എത്തിയിരിക്കുന്നു. തൻ്റെ കരിയർ തകർക്കാൻ ഫെഡറേഷൻ ബോധപൂർവം ശ്രമിക്കുന്നു എന്ന ഗുരുതരമായ ആരോപണവുമായാണ് വിനേഷ് ഫോഗട്ട് ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത്. എന്താണ് വിനേഷ് ഉന്നയിക്കുന്ന ആരോപണങ്ങൾ? ഫെഡറേഷൻ്റെ മറുപടി എന്താണ്? വിനേഷ് ഫോഗട്ട് തൻ്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെയാണ് ഫെഡറേഷനെതിരെ രംഗത്തെത്തിയത്. പ്രധാനമായും 3 കാര്യങ്ങളാണ് വിനേഷ് ചൂണ്ടിക്കാട്ടുന്നത്. 1. തൻ്റെ ഒളിമ്പിക് യോഗ്യതാ മത്സരങ്ങൾ തടസ്സപ്പെടുത്താൻ ഫെഡറേഷൻ ശ്രമിക്കുന്നു. 2. തൻ്റെ പേഴ്സണൽ കോച്ചിനും ഫിസിയോയ്ക്കും അക്രഡിറ്റേഷൻ നൽകുന്നതിൽ ഫെഡറേഷൻ മനഃപൂർവ്വം കാലതാമസം വരുത്തുന്നു. 3. തന്നെ ഉത്തേജക മരുന്ന് പരിശോധനയിൽ കൊടുക്കാൻ ഗൂഢാലോചന നടക്കുന്നുണ്ടോ എന്ന് താൻ ഭയപ്പെടുന്നുവെന്നും വിനേഷ് പറയുന്നു. തൻ്റെ പാനീയത്തിൽ എന്തെങ്കിലും കലർത്താൻ സാധ്യതയുണ്ടെന്നും അതിനാൽ തൻ്റെ സുരക്ഷയെക്കുറിച്ച് ആശങ്കയുണ്ടെന്നും വിനേഷ് തുറന്നടിച്ചു. ബ്രിജ് ഭൂഷൺ ശരൺ സിംഗിൻ്റെ അടുത്ത അനുയായികൾ ഇപ്പോഴും ഫെഡറേഷനിൽ പിടിമുറുക്കിയിട്ടുണ്ടെന്നും അവർ തന്നെ ടാർഗറ്റ് ചെയ്യുകയുമാണെന്നാണ് താരം പറയുന്നത്. എന്നാൽ ഈ ആരോപണങ്ങളെല്ലാം റെസ്ലിംഗ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ നിഷേധിക്കുകയാണ്. വിനേഷിൻ്റെ ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും ഫെഡറേഷൻ വക്താക്കൾ പറയുന്നു. താരങ്ങൾക്ക് ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും നൽകുന്നുണ്ടെന്നും ഒളിമ്പിക്സ് പോലുള്ള വലിയ വേദികളിലേക്ക് തയ്യാറെടുക്കുന്ന താരങ്ങളെ സഹായിക്കുക മാത്രമാണ് തങ്ങളുടെ ലക്ഷ്യമെന്നും അവർ അവകാശപ്പെടുന്നു. നിശ്ചിത സമയപരിധിക്കുള്ളിൽ അപേക്ഷ നൽകാത്തതാണ് കോച്ചിൻ്റെ അക്രഡിറ്റേഷൻ വൈകാൻ കാരണമെന്ന് ഫെഡറേഷൻ്റെ വിശദീകരണം. നമുക്കറിയാം, കഴിഞ്ഞ കുറേ മാസങ്ങളായി ഇന്ത്യൻ ഗുസ്തി ലോകം വലിയ പ്രതിസന്ധിയിലൂടെയാണ് കടന്നുപോകുന്നത്. മുൻ ഫെഡറേഷൻ അധ്യക്ഷൻ ബ്രിജ് ഭൂഷൺ ശരൺ സിംഗിനെതിരായ ലൈംഗിക ആരോപണ പരാതികളിൽ മുൻപന്തിയിൽ നിന്നത് വിനേഷ് ഫോഗട്ടും സാക്ഷി മാലിക്കും ബജ്രംഗ് പൂനിയയുമായിരുന്നു. ഈ പ്രതിഷേധങ്ങൾക്ക് ശേഷവും ഫെഡറേഷൻ്റെ നിയന്ത്രണം ബ്രിജ് ഭൂഷൻ്റെ അടുപ്പക്കാരിലേക്ക് തന്നെ എത്തിയത് താരങ്ങളെ ചൊടിപ്പിച്ചിരുന്നു. ഇതിൻ്റെ തുടർച്ചയായാണ് ഇപ്പോഴത്തെ സംഭവവികാസങ്ങളെയും കായിക ലോകം നോക്കിക്കാണുന്നത്. പാരീസ് ഒളിമ്പിക്സ് പടിവാതിൽക്കൽ നിൽക്കെ രാജ്യത്തിന് മെഡൽ നേടിത്തരാൻ സാധ്യതയുള്ള ഒരു താരം ഇത്തരമൊരു മാനസികാവസ്ഥയിലൂടെ കടന്നുപോകുന്നത് നിർഭാഗ്യകരമാണ്. പരിശീലനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന സമയത്ത് താരത്തിന് നിയമ പോരാട്ടങ്ങൾക്കും ആരോപണങ്ങൾക്കും പിന്നാലെ പോകേണ്ടി വരുന്നത് പ്രകടനത്തെ ബാധിച്ചേക്കാം. കായിക മന്ത്രാലയം ഈ വിഷയത്തിൽ എത്രയും വേഗം ഇടപെടണമെന്നാണ് കായിക പ്രേമികളുടെ ആവശ്യം. ഇന്ത്യൻ കായിക മേഖലയിലെ രാഷ്ട്രീയവും ഭരണപരമായ കെടുകാര്യസ്ഥതയും താരങ്ങളുടെ കരിയറിനെ എങ്ങനെ ബാധിക്കുന്നു എന്നതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് വിനേഷ് ഫോഗട്ടിൻ്റെ ഈ വാക്കുകൾ. നീതി ലഭിക്കുമെന്നും തനിക്ക് സ്വതന്ത്രമായി മത്സരിക്കാൻ സാധിക്കുമെന്നും വിനേഷ് പ്രതീക്ഷിക്കുന്നു.